വിവിധ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം തുടങ്ങി പ്രത്യേകമായി തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരമുണ്ട്. വിവിധ ഇടങ്ങളിൽ 24 പ്രതികൾ തയ്യാറായിട്ടുണ്ട്. കോഴിക്കോട് ദീപക് തർമ്മടം മർക്കസ് പള്ളിയിലുണ്ട്. അതുപോലെ മലപ്പുറം മദീൻ ഗ്രാൻഡ് മസ്ജിദിൽ സമീർ ബിൻ കരീമുണ്ട്. അതുപോലെ കൊച്ചി സലഫി മസ്ജിദിൽ ശ്രീകാന്ത് ഉണ്ട്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് ഉണ്ട്. മമ്മൂട്ടി കടവന്തറയിലെ സലഫി മസ്ജിദിലേക്ക് വരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യമാണ്. അതുപോലെ പളയം മുഹീദ്ദീൻ പള്ളിയിലെ അഭിജിത്ത് മുഴക്കുന്നും ഉണ്ട് കോഴിക്കോട്. ആദ്യം നമുക്ക് കോഴിക്കോട്ടേക്ക് ദീപക് തർമ്മടം നമുക്കൊപ്പം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, പറയൂ വിശദാംശങ്ങൾ. എസ്കെൻ, ഈദ് മുബാറക്. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശവുമായുള്ള ബലിപെരുന്നാൾ, അതായത് വലിയ പെരുന്നാൾ എന്ന് നമ്മൾ പറയും, ബലിപെരുന്നാളാണ്. ആ പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയിലാണിപ്പോൾ. പ്രതികൂലമായ സാഹചര്യം കൊണ്ട് ഈദ്ഗാഹുകൾ ഒഴിവാക്കി കോഴിക്കോട് നമ്മൾ പള്ളിയിൽ തന്നെയുള്ള നമസ്കാരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കാലിക്കറ്റ് മർക്കസ് കോംപ്ലക്സിലുള്ള പള്ളിയിലാണ് ഇപ്പോൾ ഈദ് നമസ്കാരം നടക്കുന്നത്. നമസ്കാരത്തിൻ്റെ മുൻപുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു വലിയ ചരിത്രമാണ്, വലിയ ഒരു ഇതിഹാസം തന്നെയായ ഒരു സംഭവത്തിൻ്റെ ഓർമ്മകളാണ് ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇബ്രാഹിം നബി പ്രായത്തോടടുത്തപ്പോൾ, ഏറെ പ്രായം ചെന്നപ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്, ഇസ്മായിൽ നബി. ആ ഇസ്മായിൽ നബിയെ ദൈവം സമർപ്പിക്കാൻ വേണ്ടി, ബലി കൊടുക്കാൻ വേണ്ടി പറയുന്നു. അതിൽ അദ്ദേഹം അനുസരിച്ചുകൊണ്ട്, ദൈവത്തിന് അനുസരിച്ചുകൊണ്ട് അദ്ദേഹം അതിന് തയ്യാറാവുന്നു. ആ വേളയിൽ ആടിനെ അറുത്തു നൽകാൻ വേണ്ടി പറയുന്നു. അതായത് ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആടുകളെ അറുത്ത് ബലി കൊടുത്തുകൊണ്ടുള്ള ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ്. പക്ഷേ ആത്യന്തികമായി ഇതിൻ്റെ സന്ദേശം ദൈവത്തിന് വേണ്ടിയുള്ള സമർപ്പണം തന്നെയാണ്. അതിലപ്പുറത്തേക്ക് സ്നേഹത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ ഒരു സന്ദേശം കൂടി ഇതിലൂടെ നൽകുന്നുണ്ട്. എസ് കെ ഒന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇപ്പോൾ പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കുന്നു. ഈദ് മുബാറക്. ഈദ് മുബാറക് ഭായ്. മലയാളം ഹിന്ദി മേ ഓക്കെ. എസ് കെ ഈ നമുക്ക് കാണാം ഹിന്ദിയിൽ ആണ്, അതായത് മറുനാടൻ മലയാളികളായ നിരവധി പേരും കൂടി എത്തിയിട്ടുണ്ട്. അദ്ദേഹം മലയാളം അറിയില്ല, അത് ഹിന്ദിയിൽ സംസാരിക്കാനും തയ്യാറായിട്ടില്ല. എസ് കെ പൊതുവിൽ ഏറെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ കാണാം. നമുക്ക് മലയാളം അല്ലേ? അതും ഹിന്ദിയിലാണ്. സന്തോഷത്തോടു കൂടിയാണ് അവർ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈ മർക്കസ് പള്ളിയിലെ ഒരു പ്രത്യേകത, എസ് കെ എൻ, മലയാളികൾ മാത്രമല്ല നിരവധി മറ്റു സംസ്ഥാനത്തു നിന്നുള്ളവരും ഇവിടെ എത്തി ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ് കെ എൻ. താങ്ക് യു. ദീപക് തർമ്മടമാണ് നമുക്കൊപ്പം ചേർന്നത്. പള്ളികളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് എത്തുന്നവരിൽ ഒരുപാട് മറ്റ് സംസ്ഥാനക്കാരുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. കേരളത്തിലെ ഒരുപാട് അന്യ ഭാഷക്കാരും അന്യ സംസ്ഥാനക്കാരും എത്തുന്നു എന്നുള്ള സന്തോഷകരമായ നിമിഷം കൂടിയാണ് ദീപക് തർമ്മടം നമ്മോട് പങ്കുവച്ചത്. ഇനി തിരുവനന്തപുരം പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ അലക്സ് റാം മുഹമ്മദ് ഉണ്ട്. അലക്സ് റാം മുഹമ്മദ്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. എസ്കാൻ, ഗുഡ് മോർണിംഗ്. എസ്കാൻ, ബലിപെരുന്നാൾ ആശംസകൾ. ആദ്യം തന്നെ നോക്കൂ, വിശ്വാസികൾ രാവിലെ തന്നെ ഈദ്ഗാഹിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. വലിയ ഭക്തി നിർഭരമാണ്. അവരുടെ ഈ ഭക്തി സൂക്തങ്ങൾ ഉയരുകയാണ് ഈ പാളയത്തിന്റെ അന്തരീക്ഷത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മ പുതുക്കിയാണ് ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. അതിൽ പ്രധാനമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിശ്വാസികൾ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് പൊടിപൊടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അവർ പുത്തൻ ഉടുപ്പുകൾ വാങ്ങുകയും പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങുകയും വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അത്തരത്തിൽ ആ വിപണന മേഖലയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ അവർ ഈ പുത്തൻ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞാണ് ഈ ഈദ്ഗാഹുകൾക്ക്, അതുപോലെ പള്ളികളിൽ നമസ്കാരങ്ങൾ നടക്കുന്നുണ്ട്. രാവിലെ നമസ്കാരങ്ങളൊക്കെയാണ് രാവിലെ ഉള്ളത്. അതിനൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ ഈ കൂടിച്ചേരലിന് ശേഷം അവർ വീടുകളിലേക്ക് മടങ്ങും. വലിയ തോതിൽ അവർ ബന്ധുക്കൾ, കുടുംബാംഗങ്ങളൊക്കെ ആയിരിക്കും ഈ ആഘോഷം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പാളയം മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ഈദ്ഗാഹാണ് ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. പാളയം ഇമാം VP സുഹൈബ് മൗലവി ഈ ഈദ്ഗാഹിന് നേതൃത്വം നൽകും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സുഹൈബ് മൗലവിയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്.
അതായത് ഈ തെരഞ്ഞെടുപ്പ്, അതായത് പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈദ്ഗാഹിൽ നൽകുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടി ഈ വിശ്വാസികൾ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഈ മന്ത്രധ്വനികൾ ഉയരുന്നു, അവരുടെ ഭക്തി സൂക്തങ്ങൾ ഉയരുന്നുണ്ട്. പാളയത്തും സമാനമായി ഭക്തി നിർഭരമായ കാഴ്ച നമുക്ക് കാണാം. അതുപോലെ തന്നെ സമാനമായി മറ്റിടങ്ങളിലെ ഈ മൈതാനങ്ങളിൽ ഈദ്ഗാഹുകൾ നടക്കുന്നുണ്ട്. അതുപോലെ പള്ളികളിൽ പള്ളി നമസ്കാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. കൂടുതലായി വിശ്വാസികൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പോലും പാളയത്ത് നടക്കുന്ന ഈ ഈദ്ഗാഹിൽ പങ്കെടുക്കുന്നുണ്ട്. അത് കാലാകാലങ്ങളായി അങ്ങനെ തന്നെയാണ്. സാധാരണയായി ചില പ്രമുഖർ കൂടി ഈദ്ഗാഹിൽ പങ്കെടുക്കാറുണ്ട്. ഒരുപക്ഷെ ശശി തരൂർ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വരാൻ സാധ്യതയുണ്ട്. ഗവർണർ സാധാരണഗതിയിൽ തിരുവനന്തപുരത്തുള്ളപ്പോൾ ഈ ഈദ്ഗാഹുകളിലും അല്ലെങ്കിൽ നമസ്കാരങ്ങളിലും ഒക്കെ കൃത്യമായി പങ്കെടുക്കുന്ന ആളാണ്. പക്ഷേ ഇത്തവണ ഗവർണർ ഇവിടെ ഇല്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹൈദരാബാദിലാണെന്നാണ് രാജ്ഭവൻ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈദ്ഗാഹ് അവിടെയായിരിക്കും. എന്താണെങ്കിലും വിശ്വാസികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 7:30 മണിയോടെ ഈ ഈദ്ഗാഹിന്റെയും അതുപോലെ ഈ പ്രാർത്ഥനയുടെയും ഒക്കെ ആരംഭമാകും തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദ് ആണ് പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇനി മലപ്പുറം മാദിൻ ഗ്രാൻഡ് മസ്ജിദിൽ നിന്ന് സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേർന്നു. സമീർ ബിൻ കരീം, ഗുഡ് മോർണിംഗ് ആൻഡ് വലിയ പെരുന്നാൾ ആശംസകൾ. പറയൂ അവിടെ നിന്നുള്ള വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്, ഈദ് മുബാറക് SKN. ഞാനിപ്പോഴുള്ളത് മലപ്പുറം മാദിൻ ഗ്രാൻഡ് മസ്ജിദിലാണ്. 7:30 ഇവിടെ നമസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതുവസ്ത്രം ധരിച്ച്, വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് തക്ബീർ ധ്വനികൾ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തക്ബീർ ധ്വനികളാൽ മുഖരിതമാണ് നിലവിൽ ഈ മാദിൻ ഗ്രാൻഡ് മസ്ജിദ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ പള്ളി പ്രവേശനത്തിന് ശേഷമുള്ള പ്രത്യേകമായ പ്രാർത്ഥനയും ഇപ്പോൾ ആളുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. 7:30 വളരെ കൃത്യം സമയത്ത് തന്നെ ഇവിടെ ഈദ് നമസ്കാരം ആരംഭിക്കും. ജലീൽ സഖാഫി ആയിരിക്കും ഈദ് നമസ്കാരത്തിന് നേതൃത്വം നൽകുക. ഷൗക്കത്ത് സഖാഫിയാണ് ഈദ് നമസ്കാരത്തിന് നേതൃത്വം നൽകുക. അതിനുശേഷം ജലീൽ സഖാഫി ഈദ് സന്ദേശവും നൽകുമെന്നുള്ളതാണ് നമ്മെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കുട്ടികളും മുതിർന്നവരും പ്രായമായവരും ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതുവസ്ത്രം ധരിച്ച് അത്തറൊക്കെ പൂശി വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ബലി പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഈ നമസ്കാരത്തിന് പ്രത്യേകമായിട്ടുള്ള നമസ്കാരത്തിന് ശേഷം വളരെ ബലിയർപ്പണവും കൂടി നടക്കുമെന്നുള്ളതാണ്. ഉലൂഹിയത്ത് കർമ്മം എന്നുള്ളതാണ് ഇതിന് പ്രത്യേകമായിട്ട് പറയുക. അതായത് നമസ്കാരത്തിന് ശേഷം പള്ളികളും ഒപ്പം തന്നെ മഹല്ലുകളും കേന്ദ്രീകരിച്ച് ബലിയർപ്പണം നടക്കും. പ്രത്യേകമായിട്ടുള്ള ഒരു മൃഗത്തെ മുറിച്ചതിന് ശേഷം അത് വിശ്വാസികൾക്ക് ദാനം ചെയ്യുക എന്നുള്ളതാണ് ഈ ബലി അർപ്പണത്തിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ മഹല്ലുകളും എല്ലാവിധ ആളുകൾക്കും ഇത്തരത്തിൽ ഈ മൃഗത്തിന്റെ മാംസം വിതരണം ചെയ്യും. ഇപ്പോൾ നമ്മോടൊപ്പം ജലീൽ സഖാഫി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ സന്ദേശം എന്താണ് നൽകാനുള്ളത്? ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കരുത്തിൻ്റെയും സന്ദേശങ്ങൾ അനുസ്മരിച്ചുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങൾ ഇന്ന് ഈ ബലിപെരുന്നാൾ ആചരിക്കുന്നത്. വർത്തമാനകാലത്ത് കരുത്ത് ചോർന്നു പോകുന്ന ജീവിതത്തിൻ്റെ വിവിധങ്ങളായ പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കഴിയാത്ത വലിയൊരു സമൂഹം ലോകത്തുണ്ട്. ഗസയിൽ, അതുപോലെ നമ്മുടെ കുവൈത്തിലെ ദുരന്തമടക്കമുള്ള ധാരാളം പ്രതികൂലമായ സാഹചര്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ സ്വാഭാവികമാണ്. അതിൻ്റെ മുന്നിൽ കരുത്തോടെ പിടിച്ചു നിൽക്കുക എന്ന ഏറ്റവും വലിയ സന്ദേശമാണ് സമാനതകളില്ലാത്ത പ്രതികൂല സാഹചര്യങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തൻ്റെ പത്നി ഹാജറ ബീവിയും മകൻ ഇസ്മായിലും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ജീവിതം. ആ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ അനുസ്മരിച്ചുകൊണ്ടാണ് ഹജ്ജും ബലിപെരുന്നാളും ആചരിക്കുന്നത്. ഓക്കെ, ഈ ഇബ്രാഹിമിൻ്റെ ത്യാഗത്തൊക്കെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അനുസ്മരിക്കുന്നത്. ഏതായാലും 7:30 തന്നെ ഇവിടെ നിസ്കാരം ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. SKN. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊച്ചി കടവന്ത്ര സലഫി മസ്ജിദിൽ അല്പം മുമ്പ് മമ്മൂട്ടി എത്തി. അവിടെ നിന്ന് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, ഈദ് ആശംസകൾ കൂടി നേരുന്നു. പറയൂ ശ്രീകാന്ത്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. ഈദ് മുബാറക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കടവന്ത്ര സലഫി ജുമാ മസ്ജിദിന് മുന്നിലാണ്. ഇവിടെയാണ് സിനിമാ താരം മമ്മൂട്ടി
അല്പസമയം മുമ്പ് ഈദ് നമസ്കാരത്തിന് വേണ്ടി എത്തിയത്, പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി എത്തിയത്. അദ്ദേഹം അകത്ത് പ്രാർത്ഥനാനിരതനായി ഇരിക്കുകയാണ്. നിലവിൽ കൊച്ചിയിൽ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ കാലാവസ്ഥ ഇന്നലെ രാത്രി ഒട്ടും അനുകൂലമായിരുന്നില്ല. കാര്യമായി തന്നെ മഴ പല സ്ഥലങ്ങളിലും പെയ്യുകയുണ്ടായി. അതിനാൽ പുറത്ത് ഈദ്ഗാഹുകൾ എന്ന രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല നഗരത്തിൽ പലയിടങ്ങളിലും. നേരെ മറിച്ച് മസ്ജിദുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥനകളാണ്, ഈദ് പ്രാർത്ഥനകളാണ്, ബലിപെരുന്നാൾ പ്രാർത്ഥനകളാണ് നിലവിലിപ്പോൾ കൊച്ചിയിൽ നടക്കുന്നത്. സിനിമാ താരം മമ്മൂട്ടി ഇന്ന് 7 മണിയോടുകൂടി അദ്ദേഹം ഈ സലഫി മസ്ജിദിൽ, കടവന്ത്ര സലഫി മസ്ജിദിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് വരും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ, ഈ എറണാകുളത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്തെന്നാൽ, ഈ മലയാളികളായ ആളുകൾ മാത്രമല്ല ഈ നമസ്കാരത്തിന്, പെരുന്നാൾ നമസ്കാരത്തിനായി എത്തിച്ചേരുന്നത്. നേരെ മറിച്ച് വിവിധ നാടുകളിൽ നിന്നുള്ള, അത് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ ഉണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥനകളിൽ മുഴുകുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു കാഴ്ച തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് ഈ സലഫി മസ്ജിദിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം മമ്മൂട്ടി കൂടി പുറത്തേക്ക് വരും. അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഈദുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരുപക്ഷെ നമുക്ക് കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സ്നേഹത്തിന്റെയും അതോടൊപ്പം സഹോദര്യത്തിന്റെയും ഈദ് ആശംസകൾ. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈദ് ആശംസകൾ.